നമസ്കാരം. ഇടുക്കിയിലെ കുറി തീ പാറുന്ന പോരാട്ടമാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ ചൊല്ലിയുണ്ടായ സമര കോലാഹലങ്ങൾക്കൊടുവിൽ ഒട്ടേറെ നാടകീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കും ഇടുക്കി പാർലമെന്റ് മണ്ഡലം സാക്ഷ്യം വഹിച്ചു. സിറ്റിംഗ് MP PT തോമസിന് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചു. പകരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെ സ്ഥാനാർത്ഥിയാക്കി. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ അവസാന നിമിഷം വരെ നിലനിന്നു. വലതുമുന്നണിയുടെ ഭാഗമായ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ പരന്നു. പക്ഷേ ഒടുവിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ വക്താവ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി. BJP മണ്ഡലത്തിൽ മത്സര രംഗത്തുണ്ട്. ഇടുക്കിയുടെ തിരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുന്ന കൊടിപ്പടയിൽ പങ്കെടുക്കുന്നു UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, CPM ജില്ലാ സെക്രട്ടറി ശ്രീ MM മണിയും അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി ശ്രീ സാബു വർഗീസുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അല്പസമയത്തിന് തന്നെ UDF സ്ഥാനാർത്ഥി ശ്രീ ഡീൻ കുര്യാക്കോസ് നമ്മളോടൊപ്പം ചേരും. ആദ്യം ശ്രീ MM മണി, ഇടുക്കി മണ്ഡലത്തിൽ വന്നപ്പോൾ കേട്ട ഒരു ചോദ്യം, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ആരുടെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ്. ഇടതുപക്ഷം പറയുന്നു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെന്ന്, അതേസമയം ഹൈറേഞ്ച് സംരക്ഷണ സമിതി അവരുടെ സ്ഥാനാർത്ഥിയെന്നും പറയുന്നു. പ്രചാരണ ബോർഡുകൾ പോലും രണ്ട് തരത്തിലാണ് മണ്ഡലത്തിൽ കണ്ടിട്ടുള്ളത്. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണ ഉള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്, പിന്താങ്ങുന്നുണ്ട്. അതെല്ലാം സ്വാഭാവികമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും യാതൊരുവിധ സംശയത്തിൻ്റെയും വഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയുണ്ട് അദ്ദേഹത്തിന്, അത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് അവരെന്തെങ്കിലും പ്രചരണം നടത്തുന്നോ ഉണ്ടാവും. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ അഭിഭാഷകനായാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ ആദ്യം പുറം ലോകം അറിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ സ്ഥാനാർത്ഥിയാണെന്ന് അവർ അവകാശപ്പെടുമ്പോൾ പെടാവുന്നതാണല്ലോ. അദ്ദേഹം അവരുടെ ലീഗൽ അഡ്വൈസറാണ്. ഈ കസ്തൂരി രംഗൻ മാധവ് ഗാർഗിൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലുമെല്ലാം അവിടുത്തെ ഹൈറേഞ്ചിലെ ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. അവർ നടത്തിയ സമരങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ആ സമരങ്ങളെ പിന്താങ്ങിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്താങ്ങിയിട്ടുണ്ട്. ആ നിലയിൽ ആശയപരമായി ഈ മാധവ് ഗാർഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഇടുക്കി ജില്ലയിലെ ബഹുജനങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. വ്യക്തമായ ഒരഭിപ്രായ ഐക്യമുണ്ട് ഈ കാര്യത്തിൽ. ആ കാര്യത്തിൽ അതുകൊണ്ട് സ്ഥാനാർത്ഥി അവരുടെ ലീഗൽ അഡ്വൈസറാണ്. അതെല്ലാം ഇവിടെ പരസ്യമാണല്ലോ, അതിലൊന്നും ഒരു രഹസ്യവും ഇല്ല. പിന്നെ ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഒരുമിച്ചൊരു പ്രഖ്യാപനം ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഇടതുമുന്നണിയും ഒരുമിച്ചൊരു പ്രഖ്യാപനം നടത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതും അതിൻ്റെ ഒരു കാര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് ഇപ്പോഴും ഇടതുമുന്നണി എന്നുള്ളതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ ഈ ഒരുമിച്ച് ചേർന്നത്? അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറയേണ്ട ഒരു കാര്യമേ അല്ലത്. അവർ പറയേണ്ട കാര്യമാണ്. അതേസമയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയായോ അതിൽ വിവിധ സംഘടനകളുണ്ട്, അവരുമായോ യോജിക്കുന്നതിനോ ബന്ധപ്പെടുന്നതിനോ ഒന്നും ഒരു പൊട്ടും മുള്ളുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഒരാശങ്കയില്ല. ആരുമായും ബന്ധപ്പെടുന്ന കാര്യത്തിലൊന്നും പ്രശ്നമില്ല. ഈ മലയോര മേഖലയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ ചൊല്ലി. പക്ഷേ BJP നയപരമായി അതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പമുള്ള മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എന്നും പിന്തുണയ്ക്കുന്നവരാണ്. ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയാണ് മലയോര മേഖലയിൽ BJP വോട്ട് ചോദിക്കുക? BJP സംബന്ധിച്ചിടത്തോളം ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒരു സജഷൻ മാത്രമാണ്. അതൊരു ജനാധിപത്യ രീതിയിലുള്ള റിപ്പോർട്ടാണ്, അതിനെ അംഗീകരിക്കാം. പക്ഷെ നേരെ മറിച്ച് കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഒരു ഏകാധിപത്യപരമായ രീതിയിലുള്ള റിപ്പോർട്ടാണ്. അത് തികച്ചും അത് തെറ്റാണ്, അത് പിൻവലിക്കണം എന്നുള്ളതാണ് BJPയുടെ നയം. തന്നെയുമല്ല BJP പറഞ്ഞു കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടായിരിക്കണം. അത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടാണെങ്കിലും കസ്തൂരി രംഗൻ ഏത് റിപ്പോർട്ടാണെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് അത് എവിടെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് തീർച്ചയായിട്ടും മാറ്റണം. അപ്പോൾ ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികൾ അവരത് ചർച്ച ചെയ്ത് കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടണമെന്ന് ആരെങ്കിലും പറയോ? നമ്മുടെ ഈ ജീവൻ ആവശ്യം, നമ്മുടെ വരും തലമുറയ്ക്ക് ആവശ്യം. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും പശ്ചിമഘട്ടം പരിരക്ഷിക്കപ്പെടണം. നമ്മുടെ രാജ്യത്തിന് സംസ്ഥാനത്തിന് ആവശ്യമാണ്. അതേപോലെ തന്നെ അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് കർഷകർ. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താ കർഷകർ. ആ കർഷകർ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ജോയ്സ് ജോർജ് അദ്ദേഹം പറഞ്ഞു ഇവിടെ കർഷക സംരക്ഷണ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഇന്നലെ പറഞ്ഞു.
ഒന്നും കൂടി പറയാം, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ് വീട്ടിലെ അംഗമാണ്. അദ്ദേഹത്തിന്റെ ദേശീയ കോൺഗ്രസ്സുകാർ. അദ്ദേഹം KIC സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് BJP പറയുന്നത് ഇവിടെ കോൺഗ്രസും BJPയും തമ്മിൽ മത്സരമുള്ളൂ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനും ജോയിസ് വോട്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. യാതൊരുവിധ ജനാധിപത്യ മര്യാദയും പാലിക്കാതെ സുപ്രീം കോടതിയും ഇന്ത്യൻ പാർലമെന്റും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും നിയമസഭകളും എല്ലാം നിലനിൽക്കുന്ന ഇവിടെ ഒരുപറ്റം ആളുകളെ, സാമ്രാജ്യത്വ രാജ്യങ്ങളെ ഗൂഢാലോചന നടത്തി അതിന് കൂട്ടുനിന്ന കേന്ദ്ര ഗവൺമെൻറ് മാനവകാർഗിൽ എന്ന് പറയുന്ന 14 പേരെ നിയോഗിച്ചിട്ട് ആകാശത്തോടെ പോയി റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ വഞ്ചനയും തട്ടിപ്പും ജനാധിപത്യ വിരുദ്ധ രീതിയിലാണ് മാനവകാർഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നത്. ഇദ്ദേഹം പറഞ്ഞ ആ അഭിപ്രായങ്ങളെ ഞാൻ ഖണ്ഡിക്കുകയാണ്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നിലയിൽ ഇവിടെ എവിടെയെങ്കിലും വന്ന് പരിശോധിച്ചോ? ആതിരപ്പള്ളി പോയി എന്നാണ് പറയുന്നത് മാനവകാർഗിൽ. വേറെ ഒന്നും ഇടുക്കി ജില്ലയിൽ എങ്ങും വന്നിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, ഒന്ന്, അദ്ദേഹം ഒരു കോൺഗ്രസ് ഫാമിലി ആളാണ്. ഞാൻ ചോദിക്കട്ടെ, സ്വതന്ത്രന്മാരെ നിർത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളെയോ അല്ലെ പാർട്ടി പ്രവർത്തകരെയോ നേതാക്കന്മാരെയോ നിർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ ചിഹ്നം കൊടുത്ത് നിർത്തിയാൽ പോരെ, മതിയല്ലോ. പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ അനുഭാവിയാണ്, കോൺഗ്രസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നയപരിപാടികളോട് യോജിപ്പുള്ള ആളാവണം, നിങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളോട് യോജിപ്പുള്ള ആളാവണം. അതില്ല അദ്ദേഹത്തിന് എന്നുള്ളത് താങ്കളും ഇപ്പോൾ സമ്മതിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ഗവൺമെന്റ് ഉപയോഗിച്ച 57-ല് ഡോക്ടർ VR കൃഷ്ണയ്യർ, ഗെറ്റീസ്, ഡോക്ടർ AR മേനോൻ, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി തുടങ്ങിയ പ്രമുഖന്മാരായ ആളുകളെ സ്വതന്ത്രന്മാരാക്കി നിർത്തി വലിയ സംഭാവന ഈ രാജ്യത്ത് ചെയ്ത അനുഭവമുണ്ട്. അതുപോലെ തന്നെ ലോനപ്പൻ നമ്പാടൻ, TK ഹംസ, എത്രയോ പേരെ ഞങ്ങളങ്ങനെ പരീക്ഷിച്ചിരിക്കുന്നു. അതെല്ലാം ഫലപ്രദമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം ലോകബാങ്കിൻ്റെ ഉദ്യോഗം കഴിഞ്ഞിട്ട് ആ ജോലിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം ധനകാര്യമന്ത്രിയാക്കിയപ്പോൾ കോൺഗ്രസിനകത്ത് 4 മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഉണ്ടായിരുന്നില്ലല്ലോ. ശശി തരൂര് എങ്ങനെ വന്നു? ചിലർക്കൊക്കെ ചിലതെല്ലാം ആകാം. പക്ഷെ ഞങ്ങള് ആ തന്ത്രം ഒന്ന് ഉപയോഗിക്കുമ്പോഴത്തേനും കൊള്ളുകയല്ല എന്ന് പറയുന്ന ഒരു രീതി ഒരു ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ആദ്യം ഇടുക്കിയിൽ വരുന്ന ചോദ്യം, എന്തുകൊണ്ട് സിറ്റിംഗ് MP-ക്ക് നിങ്ങൾ സീറ്റ് നിഷേധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം സർക്കാരിന്റെ നയങ്ങളെ ഉറക്കെ പറഞ്ഞ ആളാണ്, ഏറ്റുപറഞ്ഞ ആളാണ്, അതിൽ നിന്ന് മാറിയില്ല. അതാണോ അദ്ദേഹത്തിന്റെ കുറവായി പാർട്ടി കണ്ടത് എന്നുള്ളതാണ് ആദ്യ ചോദ്യം. എന്തുകൊണ്ട് ശ്രീ PT തോമസിന് വീണ്ടും സീറ്റ് കൊടുത്തില്ല? ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, ഇനി അതല്ലെങ്കിൽ മുന്നണിയാണ്. അതിൻ്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് KPCCയുടെ പ്രസിഡന്റും സ്ഥാനമൊഴിയുന്ന MP ശ്രീ PT തോമസും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിനുമപ്പുറത്ത് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം, ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും എല്ലാ തെരഞ്ഞെടുപ്പിലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് ഈ പാർട്ടി ഒരു പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് യുവാക്കളെ കൂടുതലായി പരിഗണിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് ഈ രാജ്യം കണ്ടറിഞ്ഞ സത്യമാണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 540 മില്യൺ ചെറുപ്പക്കാരുള്ള ഒരു മഹാരാജ്യമാണ് നമ്മുടെ രാജ്യം. ഏറ്റവും അധികം ചെറുപ്പക്കാർ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് എന്നത് 2014 തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇടുക്കിയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ അടക്കം പ്രശ്നങ്ങൾക്ക് പൂർണ്ണതോതിൽ പരിഹാരം ഏർപ്പെടുത്തിയതിന്റെ ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിത്വവുമായി നിൽക്കുന്നത്. അതല്ലാതെ ഇവിടെ വാക്കുകൾ പറയുകയും വാക്കും പ്രവൃത്തിയും തമ്മിൽ വല്ലാത്ത അന്തരമുണ്ടാക്കി കപട രാഷ്ട്രീയ പ്രവർത്തനം UDF-ന്റെ ഇവിടെ നേരത്തെ താങ്കൾ വരുമ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം ഇതായിരുന്നു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള വ്യക്തിയാണ്. ആ നിലയിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ പൂർണ്ണമായും താങ്കളിലേക്ക് എത്തുമെന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ട്? എങ്ങനെയത് സംഭവിച്ചു? ഇടുക്കി ജില്ലയുടെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ഇവിടെ ഉയർന്നു വന്നതായ വിവാദ വിഷയങ്ങളെ സംബന്ധിച്ചറിയാം. അതിൽ ഗവൺമെന്റ് എന്ന് നിലപാടെടുത്തു എന്നും ഗവൺമെന്റിൻ്റെതായ നിശ്ചയദാർഢ്യം ഏതെല്ലാം മേഖലകളിൽ വന്നിട്ടുണ്ട് എന്നും 6 സംസ്ഥാനങ്ങളെ പൊതുവിൽ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ച കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ജില്ലയിലെ കർഷകരുടെ ആശങ്ക പരിപൂർണമായി പരിഹരിക്കപ്പെട്ട് കരട് നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 60 ദിവസങ്ങൾക്ക് ശേഷം അത് പൂർണ്ണമായും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു രഹസ്യ ബാന്ധവം
ഇങ്ങനെ ഒരു ഇടതുപക്ഷത്തിന്റെ മുഴുവൻ അവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയെല്ലാം ബലികഴിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു രഹസ്യ ബാന്ധവത്തിലേക്ക് എങ്ങനെ എത്തി എന്നതിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ രംഗത്ത് ചർച്ച ചെയ്യപ്പെടണം. ഒന്ന്, ഡീൻ കുര്യാക്കോസ് യുവജനങ്ങളെ പരിഗണിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ വാദം ഞാൻ തള്ളുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും BJP എല്ലാം യുവജനങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പിലുണ്ട്. ഇടയ്ക്ക് ഇടപെടരുത്. ഒന്ന്, എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാദം തെറ്റ്. രണ്ട്, ഇവിടെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം കണ്ടു എന്ന് പറയുന്നത് തനി തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ പട്ടയവും കൊടുത്തില്ല, തറാം എന്നും പറഞ്ഞ് ആളെ പറ്റിക്കുന്ന പണിയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഇന്നേ വരെ ചെയ്തത്. ഇതുപോലെ വഞ്ചന മലയോര കൃഷിക്കാരോട് ചെയ്ത മറ്റൊരു ഗവൺമെൻറ് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ട്, മാധവ് ഗാർഗിൽ റിപ്പോർട്ട്, ഇതെല്ലാം എങ്ങനെ വന്നേ? നിങ്ങളോ ഞാനോ കൊണ്ടൊന്നാണോ? അല്ലല്ലോ. മൻമോഹൻ സിംഗും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് ഇതെല്ലാം. ഐക്യരാഷ്ട്ര സംഘടനയുമായി കരാറുണ്ടാക്കിയിട്ടാണ് ഇവിടെ മാധവ് ഗാർഗിലിനെ കമ്മീഷനായി വെച്ചതും ഈ ജനദ്രോഹ റിപ്പോർട്ട് കൊണ്ടുവന്നതും. അത് പ്രതിഷേധം വന്നപ്പോൾ പരിശോധിക്കാൻ നടപടി ഇത് നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം സമർപ്പിക്കാനാണ് കസ്തൂരി രംഗനെ നിയോഗിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മലയോര കൃഷിക്കാരുടെ വായിൽ മണ്ണിടാൻ, കണ്ണിൽ മണ്ണിടാൻ വേണ്ടി, വോട്ട് തട്ടാൻ വേണ്ടി ഒരു പണിയാണ്. അതാണ് ഇപ്പം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നതും കരട് വിജ്ഞാപനവും എല്ലാം മിതമായ ഭാഷയെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ വഞ്ചനയാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഇല്ലേ ഇവിടുത്തെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് എന്റെ അഭിപ്രായമല്ലോ. താങ്കൾക്ക് മറുപടി പറഞ്ഞ ശേഷം ഞാൻ വോട്ടർമാരിലേക്ക്. മണിയാശാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ, മാധവ് ഗാഡ്ഗിൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന്, യഥാസമയം യഥാവിധി അറിയിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടപ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. ഉടുമ്പൻചോലയിൽ MLA KK ജയേന്ദ്രനാണ്, ബിജിമോളാണ് പീരുമേടിയിലെ MLA. ഒരക്ഷരം പോലും കേന്ദ്ര ഗവൺമെന്റിന് ESA പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ജനങ്ങൾ ദുരിതത്തിലാഴുന്ന ഒരു സാഹചര്യമുണ്ട്, കർഷകർ പ്രതിസന്ധിയിലാകുമെന്ന് ഒരു വരി പറയാത്തവരാണ്. പട്ടയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുന്നു, ഇടതുപക്ഷം ഈ 5 വർഷക്കാലം സഖാവ് അച്യുതാനന്ദനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി കേവലം 3 വർഷക്കാലമേ ആയിട്ടുള്ളൂ. ഇനിയും 2 വർഷം അവസാനിക്കുകയാണ്. 22,000-ഓളം വരുന്ന പട്ടയങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഈ ഗവൺമെന്റ് വിതരണം ചെയ്തിട്ടുണ്ട്. വിവരാവകാശ നിയമം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് ആർക്ക് വേണമെങ്കിലും അറിയാനുള്ള സാഹചര്യം ഇന്ന് ലഭ്യമാണ്. 2 വർഷം കൂടി അവശേഷിക്കുന്നു. കേവലം 4,000 പട്ടയങ്ങൾ മാത്രമാണ് ഇടതുമുന്നണിയുടെ 5 വർഷക്കാലം കൊണ്ട് ഈ സംസ്ഥാനത്ത് ഈ ജില്ലയിൽ വിതരണം ചെയ്തിട്ടുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 1/1/77 മുമ്പ് കുടിയേറിയ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകാൻ തീരുമാനിച്ചത് AK ആന്റണിയുടെ ഗവൺമെന്റാണ്. ഇവിടെ ഒരാളെ പോലും കുടി ഒഴിപ്പിക്കരുത് എന്ന് തീരുമാനിച്ചത് R ശങ്കറുടെ ഗവൺമെന്റാണ്. ഇദ്ദേഹം കാര്യം മനസ്സിലാക്കാതെ ഇവിടെ R ശങ്കർ കുടി ഒഴിപ്പിച്ചോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പയ്യനായോണ്ട് അദ്ദേഹത്തിന് അറിയില്ല. 1965 ചിരുളികീരിത്തോട്ടിലെ 10,000-കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ച് തെരുവിലേക്ക് ഇറക്കിയതാണ് R ശങ്കർ എന്ന് പറയുന്ന അന്നത്തെ കേരള മുഖ്യമന്ത്രി എന്ന കാര്യം എൻ്റെ സ്നേഹിതനായ എൻ്റെ സുഹൃത്തായ ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായ അദ്ദേഹം മറന്നുപോയി. അദ്ദേഹത്തിന് അറിയില്ല. തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു എഴുതിയ കടലാസിന്റെ വില പോലും ഇല്ലാത്ത കരട് റിപ്പോർട്ട് നടപ്പിലാക്കിയപ്പോൾ പോലും നവംബർ 13 നോട്ടിഫിക്കേഷൻ റദ്ദാക്കിയിട്ടില്ല. എന്ത് ഗുണമാണ് സാധാരണക്കാരന് ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുണ്ടാകുന്നത്? നവംബർ 13 നോട്ടിഫിക്കേഷനിൽ പറയുന്ന ESA പ്രദേശങ്ങളിലെ നിബന്ധനകൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ESA പ്രദേശങ്ങളെ സംബന്ധിച്ച് ഡീനോട്ടിഫൈ ചെയ്തിരിക്കുന്നു. ESA പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. ESA പ്രദേശങ്ങൾ എന്ന് പറയുന്നത് 123 വില്ലേജുകളായിരുന്നുവെങ്കിൽ ആ 123 വില്ലേജുകളിലെ ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടം മേഖലയെയും മാറ്റി നിർത്തി റീമാപ്പിംഗ് നടത്തി അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃഷിസ്ഥലങ്ങളും ജനവാസ കേന്ദ്രങ്ങളും തോട്ടം മേഖലയും ESA പ്രദേശങ്ങളിൽ നിന്നും ഒഴിവായിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്നാന്തരം മിതമായ ഭാഷയെ പറഞ്ഞാൽ ഇന്ന് വെബ്സൈറ്റിൽ വന്നൊന്നും എൻ്റെ ബഹുമാനനായ UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞതുമായ നോട്ടിഫിക്കേഷൻ യഥാർത്ഥത്തിൽ ഒരു വഞ്ചനയും തെരഞ്ഞെടുപ്പിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള സൂത്രപ്പണി എന്നതിലപ്പുറമില്ലല്ലോ. കസ്തൂരി രംഗൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി തൊടുപുഴയിൽ ഒരു പ്രതിഷേധ യോഗം നടത്തിയിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കുവാൻ ഒരു മുതലെടുപ്പിന് വേണ്ടി താങ്കളും അവിടെ പോയിരുന്നു. പക്ഷേ താങ്കളെ അവിടുന്ന് ഓടിക്കുകയും താങ്കളൊരു മുണ്ടിട്ട് പുറകുവശത്ത് റബ്ബർ തോട്ടത്തിൽ പോകുന്ന വിഷയവും
അപ്പൊ അതിനുള്ള പ്രതികാരം ഞാൻ ചോദിച്ചില്ല, അതിനുള്ള പ്രതികാരം തീർക്കുകയാണോ താങ്കൾ ഇപ്പം ജോയിസ് ജോർജിന് ചെയ്യുന്ന ഒരു ചോദ്യം എന്റെ മുമ്പിലുണ്ട്. അതിനുള്ള പ്രതികാരമാണോ താങ്കൾ ഇപ്പൊ ചെയ്യുന്നത്? ജോയിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയത് ആ സുഹൃത്ത് പറയുന്നതെല്ലാം ചുമ്മാ നുണയാണ്, ചുമ്മാ നുണ, ചുമ്മാതെ സത്യമല്ലാത്ത കാര്യം ആരേലും എന്തേലും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല. അതുകൊണ്ട് ആ നുണ തന്നെയാണ് പറഞ്ഞത്. പിന്നെ എന്നാ ശ്രീ എം എം മണി പറഞ്ഞതുമായി ചേർത്ത് ഒരു കാര്യവും കൂടി, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നും UDF-നൊപ്പം നിന്നിട്ടുള്ള കത്തോലിക്ക സഭ പോലുള്ള പ്രസ്ഥാനങ്ങൾ ശ്രീ ഡീൻ കുര്യാക്കോസിനെ തന്നെ ഒരു ബിഷപ്പ് പരസ്യമായി ശാസിക്കുന്ന ദൃശ്യങ്ങൾ ചാനലുകളിൽ വന്നു. എങ്ങനെ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി? അല്ല, എന്നെ ആരും ശാസിച്ചിട്ടൊന്നുമില്ല. അതൊരു തെറ്റായ ഒരു പരാമർശമാണ്. കാരണം എന്നോടൊപ്പം ചില കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയും പിന്തുണ തേടുന്നതിന് വേണ്ടിയും ചെന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കോൺഗ്രസിൻ്റെ ചില പ്രാദേശിക നേതാക്കന്മാരും അവിടെയുള്ള മറ്റാളുകളും തമ്മിൽ ഒരു സംസാരമുണ്ടായി. ഇടുക്കി ബിഷപ്പ് അതിൽ പങ്കാളിയായി. അപ്പോൾ ഉണ്ടായ ചില സംഭാഷണങ്ങളാണ് TV ചാനലിൽ പുറത്തു. അല്ലാതെ എന്നെ ആരും യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ VT ബലറാം തന്നെ ചില പരാമർശങ്ങൾ പിന്നീട് നടത്തുകയുണ്ടായി. കഴിഞ്ഞ കാര്യങ്ങളാണ്. മണിയാശാൻ പറഞ്ഞ 2 കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയേണ്ടത്. ഒന്ന്, മാത്യു മണിയങ്കാടൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുടിയേറ്റക്കാരെ അവിടെ നിന്നും ഒഴിപ്പിക്കരുത് എന്ന ഒരു വ്യവസ്ഥാപിതമായ ഒരു നിയമത്തിലേക്ക്, അല്ലെങ്കിൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കരുത് എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത്. അത് നടപ്പിലാക്കിയത്, ആ കമ്മീഷൻ നിയോഗിച്ചത് R ശങ്കർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. നിഷേധിക്കാൻ പറ്റുമോ? ശബരിപാത നീണ്ട 25 വർഷങ്ങളായിട്ട് നാട്ടിൽ നടക്കാതിരുന്നതിന് ഒരക്ഷരം പോലും LDF പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അതിനുവേണ്ടി ഇടപെടുകയോ ശബരിപാത നടപ്പിലാക്കാൻ വേണ്ടി LDF ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പില് നമ്മുടെ ബഹുമാന്യനായ UDF സ്ഥാനാർത്ഥി ജയിച്ചാൽ ശബരിപാത നടപ്പിലാക്കുമോ എന്നും അദ്ദേഹവും പറയണം. ഒരു കാര്യം വന്നേ, ശബരിപാതയുടെ കാര്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്, കേന്ദ്ര റെയിൽവേ വകുപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഇവിടുന്ന് സ്ഥാനം ഒഴിയാൻ പോകുന്ന ശ്രീ PT തോമസ് ആണ് അതിന് ന്യായമായി ഉത്തരം പറയേണ്ടത്. ഞങ്ങൾക്ക് എന്താ, കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് വല്ല പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. പക്ഷെ നിങ്ങൾ വല്ല പ്രക്ഷോഭണോ സമരമോ കൂട്ടുകയാണെങ്കിൽ അതിനോടൊപ്പം നിങ്ങളോടൊപ്പം കൂടാൻ ഞങ്ങൾ തയ്യാറാണ്. അതെല്ലാം ന്യായമായ കാര്യമാണ്. ശബരിപാതയുടെ കാര്യം തികച്ചും ന്യായമാണ്. ആ കാര്യത്തിൽ ആർക്കാ തർക്കം? അതുകൊണ്ട് മാനവകാർഗിൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ എല്ലാം കാര്യം എൻ്റെ സ്നേഹിതനായ UDF-ന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പറയുന്ന കഥ, മാത്യു മണിയങ്ങാടൻ കമ്മീഷൻ, ആ കമ്മീഷനിൽ എല്ലാ കക്ഷിക്കാരും ഉണ്ടായിരുന്നു. മാത്യു മണിയങ്ങാടൻ കമ്മീഷൻ റിപ്പോർട്ട് പരമപ്രധാനമാണ്. ആ കമ്മീഷനെ നിയോഗിച്ചതെങ്ങനെ? അയ്യപ്പൻകോവിലെ കുടിയൊഴിപ്പിക്കലും സമരവും AKG നടത്തിയ നിരാഹാര സമരവും എല്ലാം കഴിഞ്ഞപ്പോൾ മലയോര കൃഷിക്കാരുടെ പ്രശ്നം ഒരു വലിയ സങ്കീർണ പ്രശ്നമായപ്പോഴാണ് അന്ന് മാത്യു മണിയങ്ങാടൻ കമ്മീഷനെ നിയോഗിച്ചത്. സത്യസന്ധമായി എം എം മണിയും മാർക്സിസ്റ്റ് പാർട്ടിയും പറയേണ്ട കർഷകരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾ പറയേണ്ടതാണ് മര്യാദ. അതുകൊണ്ട് ജയചന്ദ്രന്റെ ഒന്നും പേര് പറയണ്ട. ഇവിടെ ഒരു MLA ചുമ്മാതെ ഒരുമാതിരി തട്ടിപ്പ് ഏർപ്പാടല്ലേ അങ്ങേര് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് എവിടെ കിടക്കുന്നു? 6 സംസ്ഥാനങ്ങളെ മാറിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ റിപ്പോർട്ട്, മാനവകാർഗിൽ റിപ്പോർട്ട് എവിടെ കിടക്കുന്നു? ഇദ്ദേഹം ഈ പറയുന്നത് എന്താ? ജയചന്ദ്രനെ ചുമ്മാ പറയുന്നത്, ചുമ്മാ നോണ. ശബരി റെയിൽപാത ഈ മലയോര കർഷകർക്ക്, മലയോര പ്രദേശത്ത് അത്യന്താപേക്ഷിത കാര്യമാണ്. നിങ്ങൾക്കറിയാം, വാജ്പേയി മന്ത്രിസഭാ കാലത്ത് ബഹുമാനായ O രാജഗോപാൽ കേരളത്തിലേക്ക് ചെയ്ത കാര്യങ്ങൾ. തീർച്ചയായിട്ടും NDA നേതൃത്വത്തിൽ ഒരു ഭരണ നേതൃത്വം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ശബരി റെയിൽപാത സാഫല്യത്തിലാകും എന്നുള്ള കാര്യം തർക്കവുമില്ല. മാർക്സിസം ലെനിനിസം മാവോ ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന, ചെങ്കുടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയുടെ അപജയം. ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ജയലളിതയുടെ പിറകെ പോകുന്ന, എല്ലാ അഴിമതി വീരന്മാരെയും പിറകെ പോകുന്ന നിങ്ങളെല്ലാം ഈ പാർട്ടി പിരിച്ചുവിടണം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ആ പഴയ പാർട്ടി AKGയുടെ പാർട്ടിയായിട്ട് തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾക്ക് ഈ മാവോ ചിന്തയോ ഒന്നുമില്ല. മാർക്സിസം ലെനിനിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യമാണ്, ഇപ്പോ ഒരു ബദൽ ഗവൺമെന്റ് വരും. കോൺഗ്രസ് തോക്കുന്ന കാര്യം സർവ്വസമ്മതമായി അംഗീകരിച്ചു. PC ചാക്കോ സമ്മതിച്ചു, മനസ്സിലായില്ലേ? ചിദംബരവും സമ്മതിച്ചു. ആരാ സമ്മതിക്കാത്ത? പിന്നെ ഇനി കോൺഗ്രസ് തോക്കും എന്ന കാര്യം സർവ്വസമ്മതമായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മോഡി വരാതെ നോക്കുക എന്നതാണ്. ആ മോഡി വരാതെ നോക്കാൻ ഒരു ബദൽ ഗവൺമെന്റ്, ഒരു 3ാം മുന്നണിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുക. പ്രവർത്തനം ആരംഭിച്ച് 2 മാസം കഴിഞ്ഞിട്ടും നാളിതുവരെ ഒരു വേക്കൻസികൾ പോലും PSCക്ക് പുതിയ താലൂക്കിൻ്റെതായിട്ട്
നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് യുവ നേതാവെന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം? ഇവിടെ എത്ര മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചു, 12 പുതിയ താലൂക്ക് ആരംഭിച്ചു, 30 വില്ലേജ് ഓഫീസുകൾ ആരംഭിച്ചു. അവിടെയെല്ലാം ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും സംശയമില്ലല്ലോ. അത് യാഥാർത്ഥ്യമാക്കിയത് ഈ ഗവൺമെന്റാണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യം സമ്മതിക്കണം. എത്രയും കർഷകർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും വഞ്ചിക്കുന്നു എന്ന് സഖാവ് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഒരു കാര്യമാണ്, ഈ ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശത്തെ കൃഷിക്കാരെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതിന് എന്നും തടസ്സമുണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റുകളാണ്. കുടിയൊഴിപ്പിച്ചത് അവരാണ് എന്നും അതെ. അവർ വന്നാൽ പട്ടയം കൊടുക്കത്തില്ല. ഇപ്പൊ കൊടുത്തു എന്ന് ഇദ്ദേഹം പറയുന്നത് 16,000 പട്ടയം VS-ന്റെ ഗവൺമെന്റ് കൊടുത്തതാ. 16,000 പട്ടയം, ഉപാധിയില്ലാത്ത പട്ടയം. കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇടുക്കി പാർലമെന്റ് നിർണായക ശക്തിയായ കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം മുൻനിര നേതാക്കന്മാരൊഴികെ മറ്റൊരു രണ്ടാം നിര നേതാക്കന്മാരോ സാധാരണ പ്രവർത്തകരോ നിങ്ങളോടൊപ്പമില്ല. എങ്ങനെയാണ് നിങ്ങൾ വിജയിക്കും എന്ന് പറയുന്നത്? നിങ്ങൾ കേരള കോൺഗ്രസിനെ കുറിച്ചും PT തോമസിനെ കുറിച്ചും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. PT തോമസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. കേരള കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. കേരള കോൺഗ്രസും PT തോമസും ഐക്യജനാധിപത്യ മുന്നണിയിൽ സുരക്ഷിതരാണ്. നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ആശങ്ക വേണം. പക്ഷേ നിങ്ങളുടെ ഘടകകക്ഷികളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് സംശയിച്ചാൽ മതി. കാരണം അവരൊന്നും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്ര പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ സംശയിച്ചാൽ ചിഹ്നത്തിൽ മത്സരിച്ച അബ്ദുള്ള കുട്ടിയും K മനോജും നിങ്ങളുടെ പാർട്ടി വിട്ടുപോയി. കടമെടുത്ത ഈ സ്ഥാനാർത്ഥി നിങ്ങളുടെ കൂടെ കാണുമോ ഇലക്ഷൻ കഴിയുമ്പോ? കേട്ടില്ല. ഇവിടെ എന്നാ ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം പറയാമല്ലോ. പിന്നെ എന്തിനു കിടന്ന് വെള്ളം വെക്കണം? അതെന്നാ അയാളെ വോട്ട് പിടിക്കുക. വെരി ഗുഡ്. M.M. മണി, ജോയ്സ് ജോർജിന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷത്തിന്റെ ഉണ്ടോ എന്നാണ് ചോദ്യത്തിന്റെ സാരാംശം. മറുപടി പിന്നെ പൂർണ്ണ പിന്തുണയല്ലേ? അല്ല പിന്നെ ജോയ്സ് ജോർജിനെ ഞങ്ങൾ എന്തിനാ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്? പൂർണ്ണമായ പിന്തുണയാണ്. മനസ്സിലായില്ലേ? ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യമാണ്, ഇനിയിപ്പോ ഇവിടെ ചർച്ചയൊന്നും നീട്ടിക്കൊണ്ട് പോകണ്ട. കാരണം എന്നത് അവര് പോയി വരെ വോട്ടും പിടിക്കട്ടെ. PT തോമസിനെ ഇടുക്കിയിൽ കാണുന്നില്ല. PT തോമസിനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കാസർഗോഡാണ്. ധൈര്യം ഉണ്ടെങ്കിൽ PT തോമസിനെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? PT തോമസിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? PT തോമസ് UDF-ന്റെ നേതാവാണ്. ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കും, യാതൊരു സംശയം വേണ്ട. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെമ്പാടും പ്രാതിനിധ്യത്തിൽ കുറവുള്ള ഐ ഗ്രൂപ്പുകാരെ ഓടിച്ചിട്ട് തള്ളി ആ ഐ ഗ്രൂപ്പുകാരെ വോട്ട് മേടിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ? എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ജനിച്ചു വളർന്നയാളാണ്. ഞാൻ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ KSU പ്രവർത്തകനായി കടന്നു വന്നയാളാണ്. KSU പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആളാണ്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ തൊടുപുഴയിലെയും ഇടുക്കി ജില്ലയിലെയും ആളുകൾക്കറിയാം. അവർ പരിശോധിക്കട്ടെ എന്റെ സ്വഭാവം എന്താണ്, ഞാൻ ഏത് ശൈലിയിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, എന്റെ സംഘടനാ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് അവർ പരിശോധിക്കട്ടെ. അവസാനമായി ഡീന്റെ വിജയ പ്രതീക്ഷ സംബന്ധിച്ച് ഞാൻ 3 സ്ഥാനാർത്ഥികളുടെയും വിജയ പ്രതീക്ഷയോടുകൂടി ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ ഇന്ന് അനുകൂലമായി നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട കസ്തൂരിരംഗൻ വിവാദ വിഷയങ്ങളടക്കം അതിന്റെ പരിഹാരം ഏർപ്പെടുത്തിയ മുന്നണി എന്നുള്ള നിലയിൽ വർദ്ധിതമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. മറ്റൊന്ന്, ഒരു ചെറുപ്പക്കാരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ മത്സരരംഗത്ത് വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും, അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങളും കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ ഈ ജില്ലയിൽ ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സ്ഥാപനങ്ങൾ വരണമെന്ന് വ്യക്തിപരമായി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട്. കർഷകർക്കൊപ്പവും സാധാരണക്കാർക്കൊപ്പവും എല്ലാ വിഭാഗം ആളുകൾക്കൊപ്പവും ഞാൻ ഉണ്ടാകും. അതുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ നിലനിൽക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. അതിനുള്ള സാഹചര്യമാണുള്ളത്. പിന്നെ ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും. ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിട്ടുണ്ടല്ലോ.
ഫ്രാൻസിസ് ജോർജ് 2 പ്രാവശ്യം ജയിച്ചില്ലേ? അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ഇടുക്കി മണ്ഡലത്തിൽ BJP ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുക. സത്യത്തിൽ ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ BJPക്ക് വോട്ട് ചെയ്യും, യഥാർത്ഥ കേരള കോൺഗ്രസ്സുകാരൻ BJPക്ക് വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഇവിടെ കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരമായിട്ട് ഞങ്ങൾ കാണുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏതായാലും 2 ചെറുപ്പക്കാർ തമ്മിലുള്ള ഈ പോരാട്ടം തീ പാറും എന്ന് ഉറപ്പാണ്. ഈ വീറും വാശിയുമൊക്കെ ആർക്ക് അനുകൂലമായി വരുമെന്ന് കാത്തിരുന്ന് കാണാം.